ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഇൻട്രോ ഒന്നും കാണിക്കുന്നില്ല, നേരെ നമ്മൾ സബ്ജക്റ്റിലോട്ട് പോവാം കേട്ടോ. മക്കൾക്ക് സ്കൂളൊക്കെ റീ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. റീനിന് ഒരാഴ്ച മുമ്പേ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു, കാരണം 10th അല്ലേ. അപ്പോൾ റോസുവിന് ഇനി 4th അപ്പം റോസുവിന് ഇപ്പോൾ റീ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ അതിന് തൊട്ട് മുമ്പ് എടുത്തിട്ടുള്ളൊരു ഷോപ്പിംഗ് വ്ളോഗാണ്. സ്കൂളിലേക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ, അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. പക്ഷേ വിചാരിച്ച സാധനങ്ങളൊന്നും കിട്ടിയില്ല കേട്ടോ. ബാഗൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. ലാസ്റ്റ് മൊമെൻറ്റ് ഷോപ്പിംഗ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ബാഗൊന്നും നല്ലതൊന്നും അവൾക്ക് ഇഷ്ടപ്പെട്ടൊന്നും കിട്ടിയില്ല. പിന്നെ ഇവിടെ ആണെങ്കിൽ കുറച്ച് റേറ്റ് കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഓരോ മനസ്സിൽ ഓരോ ടൈപ്പ് ഉണ്ടാവുമല്ലോ, ബാഗ് എങ്ങനെ വേണമെന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വിചാരിച്ച പോലെ ഒന്നും കിട്ടിയില്ല. ഇവിടുത്തെ വാങ്ങിച്ചിട്ടില്ല. പിന്നെ വേറെ ചില സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ ഞാൻ ഇതുപോലത്തെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഷോപ്പിംഗ് വ്ളോഗ് അങ്ങനെ ഒരുപാട് എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഈ ഒരു നൈഫ് ഉണ്ടല്ലോ, അതായത് ഈ മാർബിൾ കോട്ടൺ നൈഫ്, അതുപോലെ ഇങ്ങനത്തെ നൈഫ്, ഇതൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. റേറ്റും ഓക്കെയാണ്, കുഴപ്പമില്ല ഈ ഒരു സെറ്റിന്. പക്ഷേ എനിക്കൊരു ഡൗട്ട്, ഇത് നല്ലതാണോ യൂസ് ചെയ്യുന്നത് എന്നുള്ളൊരു ഒരു ഡൗട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയും കേട്ടോ, ഇതെങ്ങനെയാണ്, നല്ലതാണോ എന്നൊക്കെ. പിന്നെ സൗണ്ടിൽ ചെറിയൊരു മാറ്റം ഉണ്ടാവും, ചെറുതായിട്ട് ശബ്ദമൊക്കെ നടന്നിട്ടുണ്ട്, കോൾഡൊക്കെ ഉണ്ട്. പിന്നെ ഉമ്മ നാട്ടിലേക്ക് പോയ ശേഷം വലിയ മൂഡൊന്നുമില്ല വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഭയങ്കര മടിയായിട്ട് തോന്നുകയാണ് ഇപ്പോൾ, കാരണം നോമ്പും കൂടി ആയില്ലേ. അപ്പോൾ പിന്നെ ഇതുപോലെ പാത്രങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവും വിചാരിച്ചിട്ടാണ് ഒക്കെ ഒന്ന് ഷൂട്ട് ചെയ്തത് കേട്ടോ. പിന്നെ കാര്യമായിട്ടൊന്നും ഇവിടുന്ന് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും എടുത്തിട്ടില്ല. പിന്നെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളും, അതിൽ മെയിൻ സാധനങ്ങളൊന്നും കിട്ടിയില്ല കേട്ടോ. ബാഗൊന്നും കിട്ടിയില്ല. ഇൻഷാല്ലൊക്കെ വേറെ വാങ്ങിക്കണം. അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുണ്ടാവുമല്ലോ, ഓരോ മനസ്സിലൊരു പ്ലാൻ ഉണ്ടാവുമല്ലോ. റോസിനൊക്കെ പ്രത്യേകിച്ച് അങ്ങനെയാണ്. അപ്പോൾ അതൊക്കെ നോക്കി കണ്ടിട്ട് വാങ്ങിക്കണം വിചാരിച്ചിട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ച് പെൻഡിങ് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴേക്കും കുറച്ച് സമയമായിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് അത്താഴത്തിനുള്ള ഇത് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ചില ദിവസങ്ങളിൽ ഞാൻ അത്താഴത്തിനുള്ളത് കുറച്ച് രാത്രിയിലായിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പം ചില ദിവസങ്ങളിൽ വൈകിട്ട് ഉണ്ടാക്കിയതിൻ്റെ ബാക്കി എടുത്ത് കഴിക്കാറാണ്. അപ്പോൾ ഇന്നിപ്പം എന്താ പറയുക, ഒരു ചിക്കൻ റെസിപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. ചിക്കന് ഗാർലിക്കും അതുപോലെ കുരുമുളക് പൊടിയും ഉപ്പും ചേർത്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. പിന്നെ അതിലോട്ട് ഇലയിൽ പരത്തിയില്ലേ, അത് ഞാൻ ഫ്രൈങ് പാൻ പരത്തിയാക്കി എടുക്കുവാണ്. അതായത് അരിപ്പൊടിയിലോട്ട്, അതായത് നമ്മുടെ പത്തിരിപ്പൊടിയില്ലേ, അതിലോട്ട് തേങ്ങ, ഉപ്പ്, ചൂടുവെള്ളം ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നെ ചെയ്യേണ്ട കേട്ടോ. ഇത് ഞാൻ കാര്യമായിട്ട് എടുത്തിട്ടില്ല, കാരണം ഈ അത്താഴത്തിൻ്റെ സമയത്ത് നമ്മൾ കാര്യമായിട്ട് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതാ നല്ലോണം മാവ് ഇങ്ങനെ നല്ലൊരു പശ വരുന്ന വരെ കുഴച്ചെടുക്കണം കേട്ടോ. ഇനി നമ്മുടെ ഷാലോ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കനിലോട്ട് നമുക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. അത്താഴത്തിൻ്റെ സമയത്ത് നമ്മൾ സ്പൈസി ആയിട്ടുള്ള സംഭവങ്ങൾ കഴിക്കുന്നതിൽ നമുക്കിഷ്ടം ഇതുപോലെ അധികം സ്പൈസസ് ചേർക്കാത്തതായിരിക്കും. അപ്പോൾ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലോട്ട് ഞാൻ കുറച്ച് കോൺഫ്ലോറും കൂടി ചേർത്തിട്ട്, ഒരു 1/2 ടീസ്പൂൺ കോൺഫ്ലോറും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ കറി റെഡിയാവും. അപ്പോൾ ഒരുപാട് സ്പൈസസ് ഒന്നും ചേർക്കുന്നില്ല, ആവശ്യത്തിന് ഉപ്പും കുരുമുളകും ചേർത്ത് കൊടുക്കുക. പിന്നെ ആ ഒരു ഗാർലിക്കിൻ്റെ ഫ്ലേവർ ഉണ്ടാവുമല്ലോ, അതും കൂടി മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ചിക്കൻ ഡിഷിൽ നമ്മൾ ചേർക്കുന്നത്. പക്ഷെ ഭയങ്കര ടേസ്റ്റാട്ടോ, നല്ല സിമ്പിളായിട്ടൊരു ഡിഷാണ്. ആ ഒരു തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റൊക്കെ മുന്നിട്ട് നിൽക്കുന്നൊരു കറിയാണ്. അത്താഴത്തിനൊക്കെ കൂടുതലായിട്ട് നമുക്ക് ഇതുപോലത്തെ വിഭവങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ ഇത് പിന്നെ ഉറങ്ങാതെ ഉണ്ടാക്കിയത് കൊണ്ടാണ് കേട്ടോ ഈ ഒരു ഇൻട്രസ്റ്റ്. നമ്മൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ട് ഉണ്ടാക്കുമ്പം ഇത്ര ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതാ ഫ്രൈങ് പാൻ പരത്തിയത് അതുപോലെ ഉണ്ടാക്കിയിട്ടുള്ളത് കയ്യിൽ വെച്ചിട്ടൊന്ന് പരത്തിയിട്ട് ഇതുപോലെ ചുട്ടെടുക്കുക. 2 വശവും ഒന്ന് കുക്കാവുന്ന വരുന്നു ചുട്ടെടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരു പൊടിയണ്ടല എന്ന് പറയും, അതിൽ വെച്ചിട്ടാണ് ഇത് റൗണ്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ വാഴയില വെച്ചിട്ട് റൗണ്ട് ചെയ്തിട്ട് അതിൽ വെച്ചിട്ടാണ് ചുട്ടെടുക്കുക. അപ്പോൾ അങ്ങനെ ചുട്ടെടുക്കുമ്പം ഒരു പ്രത്യേക ഒരു മണവും ഒരു ടേസ്റ്റ് ആയിരിക്കും ആ ഒരു അപ്പത്തിന്. അപ്പോൾ ഇതിപ്പം നമ്മൾ ഫ്രൈങ് പാനിൽ വെച്ചിട്ട് തന്നെയാണ് ചുട്ടെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്, അതൊരു പാത്രത്തിലോട്ട് ഒഴിക്കുകയാണ്. പിന്നെ അത് കഴിക്കുന്നതൊന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുത്തിട്ടില്ല, വേഗം എടുത്തിട്ട് ചെറിയൊരു ഷോട്ട് എടുത്തു, കാരണം അത്യാവശ്യം സമയമായിട്ടുണ്ടായിരുന്നു എല്ലാം കൂടി ആയി വന്നപ്പോൾ.
അപ്പോൾ നോമ്പിന് റീനുവിന് ക്ലാസ് റീഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ റീനുവിന് സ്കൂളിലേക്കൊന്നും കൊടുത്തയക്കാനൊന്നും ഇല്ലല്ലോ, അവൾക്ക് നോമ്പുണ്ടാവുമല്ലോ. പക്ഷേ റോസുവിന് അങ്ങനെയല്ല, റോസുവിന് സ്കൂളിലേക്ക് കൊടുത്തയക്കണം, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കണം, എല്ലാം കൂടെ ആയിട്ട് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ അത്താഴത്തിന് എണീറ്റ സമയത്തിന് അവളുടെ ഡ്രസ്സൊക്കെ ഒന്ന് അയൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഇതാ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി. ഈ നോമ്പിന് നമ്മളിപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും അധികം ഉണ്ടാക്കാറില്ലല്ലോ, മക്കൾ സ്കൂളില്ലാത്ത സമയമാകുമ്പം അവർ എണീക്കുന്ന സമയമാകുമ്പോഴേക്കും എന്തെങ്കിലും ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ ഇതിപ്പം രാവിലെ തന്നെ ഇതൊക്കെ ഉണ്ടാക്കി വയ്ക്കുകയും വേണം, പിന്നെ ഉറങ്ങാനുള്ള സമയം കിട്ടുന്നില്ല. ആകുമ്പോഴത്തെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്. എല്ലാം കുറച്ച് കഴിഞ്ഞാലൊന്നും ശരിയാവുള്ളൂ. നാട്ടിൽ പിന്നെ ഇപ്പം വെക്കേഷനാണല്ലോ, അപ്പോൾ അതുകൊണ്ട് കുറേയൊക്കെ ഒരു ആശ്വാസമായിരിക്കും കുറേ പാരൻസിന്. അപ്പോൾ ഇന്ന് പിന്നെ ബുക്സ് ഒന്നും കൊണ്ടുപോകുന്നില്ല, ബുക്സ് വാങ്ങിക്കാനുണ്ട്. ഇന്നാണ് ഇക്ക പോയിട്ട് വാങ്ങിക്കുന്നത് സ്കൂളിൽ നിന്ന്. ഇത്രയും ദിവസം ഈ ഒരു നേരത്തെ എണീക്കാറില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് റോസിൻ്റെ ഫേസൊന്നും അത്ര ശരിയല്ല, ഉറക്കത്തിൻ്റെ ക്ഷീണമൊക്കെ ഉണ്ട്, ഇനിയാണ്ട് റെഡിയായി വരാനുണ്ട്. രാവിലെ ഞാൻ വീഡിയോ ഒക്കെ ഒന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല ക്ലൈമറ്റൊക്കെ ആയിരുന്നു, പുറത്തൊക്കെ നല്ല ക്ലിയർ ആയിരുന്നു. പക്ഷെ എന്താ മക്കൾ പോയ ശേഷം ഞാൻ ബസ് വന്നു നോക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ നല്ല മഞ്ഞാണ് കണ്ടത്. ഒന്നും തന്നെ പുറത്ത് കാണുന്നില്ലായിരുന്നു. ഞാൻ പിന്നെ വീഡിയോ ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഇത് കുറച്ചെങ്കിലും ക്ലിയർ കാണുന്നത് കേട്ടോ. മറ്റേത് പുറത്തേക്ക് നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ലായിരുന്നു. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മാലി വന്നു, ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് നേരം കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മാലി വരാൻ നേരമാണ് എണീക്കുക, അപ്പോഴേക്കും റോയ്മളും എണീക്കും. അങ്ങനെ പിന്നെ മക്കൾ തിരിച്ച് വന്നതിന് ശേഷം പിന്നെ വീഡിയോ ഒക്കെ എടുത്തത് കേട്ടോ. അപ്പോൾ റോയ്മൾക്ക് ചോറ് വാരി കൊടുക്കുകയാണ് റീനു. റോസ് പിന്നെ സ്കൂളിലേക്ക് ബ്രെഡ് ടോസ്റ്റ് കൊണ്ടുപോയതുകൊണ്ട് തന്നെ ഇപ്പം ചോറ് വേണ്ടെന്ന് പറഞ്ഞു, കുറച്ച് കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഇക്ക വന്നു. ഇക്കക്ക് കുറച്ച് നേരത്തെ ഓഫീസിൽ നിന്ന് വരും. അപ്പോൾ റോസുവിന് ബുക്സ് കിട്ടിയ സന്തോഷമാണ്, നമുക്കും അങ്ങനെ തന്നെയാണല്ലോ. ഈ ഫസ്റ്റ് ഡേ സ്കൂളിലേക്ക് പോകുന്നതും അതുപോലെ ബുക്സൊക്കെ കുറച്ച് ദിവസം ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും, അത് നോക്കാനും കവർ ചെയ്യാനൊക്കെ. അപ്പോൾ ഇനി അതിൻ്റെ പുറകെയാണ് റോസു, ബുക്സ് കവർ ചെയ്യുന്നത് എപ്പോഴാണെന്നൊക്കെ ചോദിച്ച് പുറകെ നടക്കുകയാണ്. പിന്നെ ഇക്ക വരുമ്പം കുറച്ച് ഫിഷ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെമ്മീൻ ഞാൻ ഫ്രീസറിൽ വെച്ചു, ഇപ്പോൾ ഉണ്ടാക്കാനൊരു മൂഡില്ല. പിന്നെ മത്തി ക്ലീനാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് വറ്റിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ചോറിലേക്കുള്ളതാണ്, അതായത് ഇന്ന് അത്താഴത്തിന് ചോറ് കഴിക്കാമെന്ന് വിചാരിക്കുകയാണ്. പിന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് ആവശ്യമുള്ളവർക്ക് ചോറ് കഴിക്കാം, അല്ലാത്തവർക്ക് വേറൊരു സംഭവം കൂടി ഉണ്ടാക്കുന്നുണ്ട്. ഉമ്മ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് എല്ലാ ദിവസവും ചോറ് ഉണ്ടാക്കാറുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, ഇഫ്താറിൻ്റെ സമയത്ത് സ്നാക്സും പിന്നെ പത്തിരിയോ ദോശയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കും. അത്താഴത്തിന് വേറെ എന്തെങ്കിലും ഉണ്ടാക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ എല്ലാത്തിനും കൂടി ഒരൊറ്റ ഐറ്റം ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ ഇതിപ്പം ചോറിലേക്കുള്ള കൂട്ടാനുകളാണ്. അതായത് നോമ്പ് തുറന്ന പാട് സ്നാക്സ് ഒന്നും കഴിക്കുന്നില്ല, എന്തെങ്കിലും ഒന്ന് ഒരു മെയിൻ ഡിഷ് കഴിച്ചിട്ട് പിന്നെ ചോറ് കഴിക്കുക, അത്താഴത്തിനും ചോറ് കഴിക്കുക, അങ്ങനെയാണ് വിചാരിക്കുന്നത്. ചിലപ്പോൾ അത്താഴത്തിന് പിന്നെ കഴിക്കുള്ളൂ നോമ്പ് തുറന്ന പാട് കഴിച്ചിട്ട്. അപ്പോൾ ഇതാ മത്തി നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് വറ്റിച്ചെടുക്കുവാണ്. ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു റെസിപ്പി. പിന്നെ റോസുവിന് ചോറൊന്ന് ഉപ്പും വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മുട്ട പൊരിച്ചിട്ട് കൊടുക്കുവാണ്. പിന്നെ ഇന്ന് മാലി വരുമ്പോൾ മുരിങ്ങൻ്റെ ഇല കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവരുടെ വീട്ടിൽ മുരിങ്ങമരമുണ്ട്, അപ്പം ഇടയ്ക്ക് മുരിങ്ങൻ്റെ ഇല കൊണ്ടുവരാറുണ്ട്. അപ്പം മുരിങ്ങൻ്റെ ഇല കറി ഉണ്ടാക്കുന്നത്, അതുപോലെ വെണ്ടക്ക ഫ്രൈ ആക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ചോറിലേക്കുള്ള വിഭവങ്ങൾ. പിന്നെ ഇനി നോമ്പ് തുറക്കുന്ന സമയത്ത് സ്നാക്സ് ഒന്നും ഉണ്ടാക്കുന്നില്ല. ഇതാ ഈ ഒരു സംഭവമാണ് ഉണ്ടാക്കുന്നത്. ഇത് ചിക്കൻ്റെ തൈസും ലെഗും കൂടി കൂടിയിട്ടുള്ളതാണ്. അപ്പോൾ അത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ റോസു ട്യൂഷന് പോകുന്നുണ്ടായിരുന്നു. ഇവിടെ തൊട്ടടുത്തുള്ള ഫ്ലാറ്റിലെ മാമാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്, ട്യൂഷൻ എടുത്ത് കൊടുക്കുന്നത്. അപ്പം ട്യൂഷന് പോവാണ്. അപ്പോൾ പോകുന്നതിന് മുമ്പ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, റൂം തുറക്കരുത്, റൂഹി വന്നിട്ട് ഒക്കെ അലമ്പാക്കുമെന്ന് പറയാണ്.
അപ്പം മിക്കും റൂഹിയും കൂടി ആക്കി കൊടുക്കുകയാണ് റൂമിലോട്ട്. പിന്നെ ഇഫ്താറിൻ്റെ സമയമായി. അപ്പം അതിനായിട്ട് ഞാൻ പറഞ്ഞല്ലോ സ്നാക്സ് ഒന്നും ഉണ്ടാക്കുന്നില്ല. അപ്പം ആ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് ഇതുപോലെ എയർ ഫ്രയറിൽ ഫ്രൈ ആക്കി എടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഓയിൽ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. 180 ഡിഗ്രിയിലൊരു 20 to 22 മിനിറ്റ്സ് എടുത്തിട്ടുണ്ടാവും. നല്ലോണം ഡീപ് ഫ്രൈ ആവണമെങ്കിൽ ഒരു 25 മിനിറ്റ്സ് ഒക്കെ വേണ്ടി വരും. അപ്പോൾ ഞാനൊരു 22 മിനിറ്റ്സിൽ ആണ് ഇത് വെച്ചിട്ടുള്ളത് കേട്ടോ. ആദ്യം 19 ആക്കി, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 8 മിനിറ്റ്സ് കഴിഞ്ഞപ്പം ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി. അപ്പം തിരിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. നിർബന്ധമില്ല, തിരിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ എല്ലാ ആവശ്യവും നന്നായിട്ട് കുക്കായി കിട്ടും. അപ്പോൾ വീണ്ടും അതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെറിയ പീസ് ചിക്കനൊക്കെയാണ് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നതെങ്കിൽ പെട്ടെന്ന് കുക്കായി കിട്ടും കേട്ടോ. ചിക്കൻ്റെ വലുപ്പത്തിനനുസരിച്ചായിരിക്കും നമ്മുടെ ടൈം കൂട്ടി കൊടുക്കേണ്ടത്. പിന്നെ ഞാൻ നേന്ത്രപ്പഴം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇക്ക വരുമ്പോൾ. അപ്പം അതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ്, ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു മധുരം കഴിക്കാനൊരു തോന്നൽ, അപ്പം ഉണ്ടാക്കിയതാണ് ഈ പഴവും. ഒരു വെറൈറ്റി ആണെന്ന് പറയുന്നില്ല, കാരണം ചിലർക്ക് ഈ ഒരു കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. നേന്ത്രപ്പഴം ഇങ്ങനെ വാട്ടിയെടുത്തതും അതിൻ്റെ കൂടെ നല്ല സ്പൈസി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈയോ അല്ലെങ്കിൽ ചിക്കൻ കറിയോ അങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമുണ്ടാവും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വെച്ചതാണ്, അത്രേ ഉള്ളൂ. അപ്പം ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് കറി വേണമെങ്കിൽ നമ്മുടെ മുരിങ്ങൻ്റെ ഇല കറി ഉണ്ടല്ലോ, അത് ആവശ്യമുള്ളവർക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാം. അപ്പോൾ എനിക്ക് പിന്നെ ഇങ്ങനെ കഴിക്കാനാണ് തോന്നിയത്. ചില സമയത്ത് നമ്മൾക്ക് അങ്ങനെയാണല്ലോ. അപ്പം ഈ ഒരു കോമ്പിനേഷനാണ് നമ്മൾ ഇഫ്താറിൻ്റെ സമയത്ത് ആദ്യം ഫ്രൂട്ട്സും ഒക്കെ കഴിച്ചിട്ട് പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇതാണ് കഴിച്ചത് കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ കോംബോ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ ചപ്പാത്തി, പഴം വാട്ടി, ചിക്കൻ അങ്ങനെയുള്ള കോംബോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എന്താ അവിടെ ഭക്ഷണം കഴിക്കുന്ന ഇടയ്ക്ക് കണ്ടതാണ് റോയിമോൾ അവിടെ ലോലിപോപ്പ് കഴിക്കുക കേട്ടോ. അവൾക്ക് വേറെ ഒന്നും കിട്ടിയില്ല, കുറേ നേരം വെച്ചിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു, ഭയങ്കര കാര്യമായിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അടുത്തത് അവിടെ ബുക്സ് കവർ ചെയ്യുന്ന തിരക്കാണ്. ഞാൻ കുറച്ച് കവർ ചെയ്ത് കൊടുത്തു, ബാക്കി റീനുമാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ റോസുവിന് എങ്ങനെയാണെന്ന് പഠിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം, അപ്പം ചെയ്ത് നോക്കുകയാണ്. അവൾക്ക് അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ. എന്തെങ്കിലും ഒന്ന് കണ്ടാൽ അത് പഠിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ്. അറിയില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്കും. ഞാനും അങ്ങനെ തന്നെയായിരുന്നു. എന്തെങ്കിലും എന്താ പറയുക, സ്പെഷ്യലായിട്ട് കണ്ടാൽ അത് ഒന്ന് പഠിച്ചെടുക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. പിന്നെ അതിൻ്റെ അപ്പുറത്ത് വേറെ ആൾ ഇരിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ അതെടുത്ത് ഓടാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ്. നമ്മുടെ വീടുകളിൽ ഇങ്ങനെ ഉണ്ടാവുമല്ലോ കുട്ടികൾ, വലിയ കുട്ടികൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കൊണ്ടുവന്ന് വയ്ക്കുമ്പം ആ ഒരു സ്പെഷ്യൽ ഐറ്റം മാത്രം എടുത്ത് കൊണ്ടുപോകുന്ന കുട്ടികളുണ്ടാവില്ലേ? നിങ്ങളുടെ വീട്ടിലുണ്ടാവും അങ്ങനത്തെ കുട്ടികൾ. അപ്പോൾ ഇവിടെ അതപ്പോൾ ഞാൻ ഈ കവർ ചെയ്യുന്നൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു കുറേ നേരമായിട്ട്. എന്നിട്ട് ഇതിൽ എന്തെങ്കിലും എടുത്ത് ഓടാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് കളേഴ്സാണ് കണ്ടത്, അവളെ കണ്ണിൽപ്പെട്ടത് കളേഴ്സാണ്. അപ്പോൾ അത് ആദ്യം എടുത്തു. അത് റോസു വഴക്ക് പറഞ്ഞു, പിന്നെ പിടങ്ങി കിടന്നു. അങ്ങനെ ആദ്യം കുറച്ചൊന്ന് സ്ലോയിലായിരുന്നു, പിന്നെ ഭയങ്കര പൊട്ടിത്തെറിയായിരുന്നു, ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. ലാസ്റ്റ് എത്തിയപ്പോൾ ഞാൻ പിന്നെ വീഡിയോ എടുക്കൽ നിർത്തി. നല്ല രസമുണ്ടായിരുന്നു ആ സീനൊക്കെ കാണാൻ വേണ്ടിയിട്ട്. റൂമോൾക്ക് റോസുവിനെ ചെറുതായിട്ട് പേടിയാണ് കേട്ടോ. അങ്ങനെ അടിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിലും ചെറുതായിട്ടൊക്കെ ഒന്ന് തൊട്ട് നോക്കുകയുള്ളൂ, വല്ലാണ്ട് അടി കൊടുക്കുകയൊന്നുമില്ല. കാരണം തിരിച്ച് എന്തായാലും കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട് അവൾക്ക്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വല്ലാണ്ട് അടിക്കാൻ നിൽക്കൂല കേട്ടോ. പിന്നെ സീന് ഭയങ്കരമായിട്ട് വഷളായപ്പോൾ പിന്നെ ഞാൻ വീഡിയോ എടുക്കൽ നിർത്തി. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിലെ വിശേഷങ്ങൾ. അപ്പം ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടാണെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നതായിരിക്കും. ബൈ, താങ്ക് യു.